എന്നോടെന്ത് മിണ്ടാത്തെ, എന്നെ എന്ത് കാണാത്തെ, എന്നെ മറന്നോ ചേട്ടാ എന്തുണ്ണേട്ടോ, എന്നെ മറന്നു ചേട്ടാ, എന്നെ മറന്നോ ചേട്ടാ എന്തുണ്ണേട്ടോ. എന്താ കുഞ്ഞപ്പ ഇവിടെ? ഞാൻ വെറുതെ ഏ വെറുതെ വെറുതെ രണ്ടെണ്ണം ഇടും അല്ലേ? അത് രാവിലെ ഇടും. രാവിലെ ഇടും. ഇന്ന് പണിയൊന്നുമില്ലേ? പണിക്ക് പോവാൻ നിൽക്കുകയാണ്. പണിക്ക് ഞാൻ പോവാൻ നിൽക്കുക. അന്ന കമ്മൊക്കെ എറിഞ്ഞിരുന്നില്ലല്ലോ. ഏത് അമ്മോക്ക? തോട്ടത്തിലെ അമ്മക്ക. തോട്ടത്തിലെ അമ്മോക്കെ? ആ, എനിക്ക് പറമ്പിലെന്തോ പണിയുണ്ട് പറഞ്ഞു. ആ, ഞാൻ പറമ്പക്ക് പോവുകയാണ്. പോര്, ഞാനും അങ്ങനെ തന്നെ. ആ, പിന്നെ കുഞ്ഞപ്പ അങ്ങാടിയിൽ നമ്മളെ ആ കോളേജിന്റെ മേലൊക്കെയാണ് എന്തോ പ്രശ്നം കണ്ടില്ലോ. എന്താ പ്രശ്നം? ഇങ്ങോട്ട് നിൽക്കും, അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. എന്താ വെച്ചാലേ അന്റെ അപ്പത്തെ നൃത്തം കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല് നമ്മളെ പുഴവക്കത്തെ തെങ്ങിന്റെ കാര്യം. അത് ഇങ്ങനെ ആടും. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒട്ടും വിചാരിക്കാത്ത സമയത്ത് അത് ഒറ്റ വീലും ഉണ്ടാവും ലൈനുമൊക്കെ. ഇതിലാണ് വലിയ വലിയ വണ്ടി പോണതാ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താ വെച്ചാല് ഇന്നലെ അവിടെ എന്തൊക്കെയോ വർത്താനം നടന്നിന്, അതൊന്നും അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം ചെക്കന്മാരെല്ലാരും കൂടി വെള്ളം അടിച്ചാണ്ട് അത് ചോദിക്കാൻ വേണ്ടി ചെന്നതാ. ആരാ ചെന്നത്? ചെക്കന്മാരെല്ലാവരും ചെന്നതാ. കൂട്ടത്തിൽ എന്റെ മോനെ ഞാൻ കണ്ട് എന്റെ മോനോ? ആന്നേ, ആ ചുറുങ്കുറ്റി പോലെ നിക്കണ എന്റെ അല്ലേ? അതിന്റെ സൗണ്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് കൂടുതലായിട്ട് കേൾക്കണെന്ന് ഞാൻ അറിയില്ലല്ലോ. ആ, അതെനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. അതിന്റെ സൗണ്ട് കേട്ടാ നമ്മൾ നെട്ടിപ്പോവും. ആദ്യം അത് സൗണ്ട് കഴിഞ്ഞ്. ആ, അപ്പൊ ഓല എന്തിനാ അവിടെ കച്ചറ ഉണ്ടാക്കിയെന്നാ ഞാൻ ചോദിച്ചത്. അതായത് കർമ്മസേന എന്ന് പറഞ്ഞ പരിപാടി നാട്ടിൽ തുടങ്ങിയില്ലേ? ഓല ഏതോ ചെക്കന്മാരെ നാണം കെടുത്തിയെന്നും പറഞ്ഞാണ് ഈ ആളുകളെ ഒന്നായിട്ട് അവിടെ കയറി കൂടിയുണ്ട് ചോദിച്ചാൻ ചെന്നത്. അത് പിന്നെ ഏറെക്കുറെ വർത്താനായി. കുറച്ച് ആൾക്കാർ നീതിപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പോയതാ. ഇവരടുത്ത് ചില ഫാൾട്ടുകൾ വന്നപ്പോ. പക്ഷെ ഓല് ഇന്നലെ ഏതായാലും ഒക്കെ സംസാരിച്ച് തീരുമാനമാക്കിയാണ്ട് നല്ലവർക്ക് അത് മുന്നോട്ട് കൊണ്ടുള്ള തീരുമാനം. കുറച്ച് ആൾക്കാർ പിന്നാലെ കൂടിയാണ്. എന്തിനാ എനിക്ക് അന്നെ പോലത്തെ കുറെ വാണങ്ങളുണ്ടായി. അന്നെ പോലത്തെ കുറച്ച് വാണങ്ങളുണ്ട്. എന്നും രണ്ടെണ്ണം അല്ലെങ്കിൽ കുറച്ച് വലിച്ചു നോക്കണം എന്നൊക്കെ വിചാരിച്ച കുറച്ച് ആൾക്കാര്. അപ്പൊ ഓല തീരുമാനം എന്താ പറയാ എനിക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാ. ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഓൽക്ക് എന്താ വെച്ചാൽ ഓൽക്ക് തോന്നിയ വരെ ഇറക്കാന്ന്. അതിന് തൽക്കാലം ഞങ്ങൾ സമ്മതിക്കൂല. ഈ സാധനം പറയട്ടെ, ഈ സാധനം നാട്ടിൽ തുടങ്ങിയ എന്തിനാ വെച്ചാല് നാട്ടിലുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാനും ഇതിൽ പെട്ടെടുക്കുന്ന ആൾക്കാരെ നന്നാക്കി എടുക്കാനും വേണ്ടിട്ടാ. അതിനും വേണ്ടി ഉണ്ടാക്കിയതാ. ഓലെന്തായാലും ഓലെ കർമ്മങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ ഓലറ്റ് കുറച്ച് ഉടക്കി പിരിഞ്ഞൊന്നും നോക്കണ്ട, കാര്യങ്ങൾ പറയാൻ പോയതാ. നാട്ടുകാരെ വിചാരം ഇപ്പൊ എന്താ എനിക്ക് ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ ജി? നാട്ടുകാരെ വിചാരം എന്താ വെച്ചാലേ നമ്മൾ ഓലറ്റ് കച്ചറ ഉണ്ടാക്കിയാന്നാ. പക്ഷെ ഞങ്ങൾ കച്ചറ ഉണ്ടാക്കിയതല്ല. ഓലടുത്ത് കുറച്ച് അബദ്ധങ്ങൾ വന്നപ്പോ നമുക്ക് മനസ്സിലായി എന്ന് തോന്നിയപ്പോ ഓല മുന്നിൽ അവതരിപ്പിച്ചതാ. അല്ലാതെ ആ സാധനം നാട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആർക്കും ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങളെ തീരുമാനം അതാണ്. ഏത് കുടിച്ചോളി. ഈ വിക്കണോലെ അടാപ്പ് ഞങ്ങൾ വേറെടുക്കും. ഓലെ കൂടെ മൂസി ഉണ്ടാവും. മൂസ അങ്ങനെ അല്ലാന്ന് ആ തിരുവാണാണ് കൂടുതലവിടെ സൗണ്ട് ഉണ്ടാക്കി. അത് ഞാൻ വേറെ പറയാം. മൂസ എങ്ങനെ നിക്കണ നോക്കണ്ട. എനിക്കൊക്കെ ഒരു തോന്നലുണ്ടാവും മൂസ ഇത്രത്തോളം ഉള്ളൂന്ന്. എന്നാ അങ്ങനല്ല. മൂസൊക്കെ ഈ മടക്കിക്കുത്താണ് ശരിക്കും ഒന്ന് കുത്തിയാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അറക്കല് മാധവനുണ്ണി ഇറങ്ങിയ മാതിരി. എന്റെ മോനെ ഞങ്ങൾ ഒഴിവാക്കണല്ല പറഞ്ഞേ. ഇത് നാടിന് ആവശ്യമാണ്. അപ്പൊ നിലനിൽപ്പിനും വേണ്ടിട്ട് ഓലെ ബാഗിൽ ഞങ്ങളും ഉണ്ടാവും. അല്ലാതെ ഞങ്ങളിപ്പോ കുറച്ച് കാര്യങ്ങൾ ഓരോട് പറഞ്ഞു കൊടുത്തെന്ന് വിചാരിച്ചാണ്ട് ഇത് തല്ലി പിരിഞ്ഞാന്നൊന്നും ആരും നിങ്ങൾ വിചാരിച്ചാണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ. എന്നാ നടക്ക്. എനിക്കെന്താ പോണില് പറഞ്ഞേ? ഞാനേ കമ്മോക്കനെ തോട്ടത്തേക്ക് പോയി. ആരെ? കമ്മോക്കല്ലേ? ആളെ തോട്ടത്തിൽ പണിക്ക് പോയി. എന്നാ നടക്ക്. എനിക്കെന്താരോ നമ്മളെ തെക്കേക്കാട്ടിലെ ബീരാനെ മോൻക്കൊരു പെണ്ണ് കേസ് പറഞ്ഞു. അത് നോക്കണം. അത് നോക്കിയാൽ എന്റെ കക്കിന്റെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇറങ്ങി അടിച്ചു. ചെക്കന് അടിച്ചോട്ടെ. സുജൂതിന്ന് നീച്ചലില്ല. പള്ളിക്കത്ത് നീച്ചാത്ത ചെക്കനെ പറ്റിയ ഈ വർത്താനൊക്കെ നീച്ചലില്ല. നാളെ ഞാൻ ചെന്നപ്പോ സുജൂതിൽ അങ്ങനെ കിടക്കണ്. ഞാൻ പൊന്തിച്ചു കൊടുത്തേക്കാണ് ചെക്കനെ. ബാബുട്ടിയാ, എത്ര പറയണ ഇതിന് അതിലൊക്കെ ഒന്ന് കാണണ്ടീനല്ല. ഇതിപ്പോ എത്ര കപ്പ് എങ്ങനെ ഇതിന്റെ റേറ്റ് എങ്ങനെ അതൊന്ന് പറയും. ഓർക്കായി വാണം വിട്ടമാരി ഓർക്കാ പോണ ഇങ്ങോട്ട് വാ. അത് ചെറിയ കച്ചവടത്തിന്റെ ആവശ്യത്തിനാ. ബാബുട്ടിന്റെ അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് താഴ്ന്നാലും നിങ്ങൾക്ക് പറ്റൂല. ഇങ്ങോട്ട് കേറേ. ആയിക്കോട്ടെ. എവിടെ ഇതിന്റെ അതിന് നീ കാണിച്ചോണ്ടാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നെങ്കിലേ ഇപ്പൊ ഇത് നടക്കുള്ളൂ. എന്നാലേ ഇപ്പൊ ശരിയാവുള്ളൂ. ട്ടാ.
ഇവിടെ ഒക്കെ നോക്കാണ്ട്. എന്താ എന്നിട്ട് വല്ലതും നടക്കത്? ഒരു മിനിറ്റ് എനിക്ക് വിളിക്കാം. അല്ലോട്ടെ ഇത് വല്ലതും നടക്കും? നടക്കും, നടത്തിച്ചണ്ടേ? കച്ചവടം പറഞ്ഞേ അതന്നെ നടക്കോ? നടക്കും. അയിമത്തെ കിട്ടലില്ല അപ്പൊ എനിക്ക്. അപ്പളപ്പൊക്കെ അതല്ല, നമ്മളെ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എന്താ? ഈ കുറെ ദിവസമല്ല അതിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നില്ലോ, എന്താ ഇപ്പൊ? തെരഞ്ഞെടുപ്പ് ഉഷാറായിട്ട് നടക്കുന്നുണ്ട് അവിടെ. അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതന്നെ നിലമ്പൂരത്തല്ലേ? അതന്നെ നിലമ്പൂരത്ത്. അന്റെ ഒരു കാഴ്ചപ്പാടിൽ പാരാ ജയിച്ചപ്പാട്? അവിടെ ആരോഗ്യ സൗഖ്യത്തിന് 100% നമ്മൾ ഉറപ്പിച്ചിരിക്കണം അവിടെ. അതെന്താ ചിരിക്കണല്ലേ? അല്ലല്ല, തമാശ കൂടുതൽ കേട്ട് കഴിഞ്ഞാല് ചങ്കിന് വാട്ടം വരും. അപ്പൊ വെള്ളം കുടിച്ചോണ്ടി ഞാൻ വെള്ളം എടുത്തിട്ടില്ല. വിറ്റടിച്ചരുത്. ഇനിയിപ്പോ വേറെ ആരോ ഇനിയിപ്പോ അവിടെ ആശാവർക്കർമാര് വരെ ഇറങ്ങുകയാണ്. നിങ്ങള് മറ്റേ ഇതിന്റെ എതിരിനായിട്ട് നിങ്ങൾ ആശാവർക്കർമാർക്ക് എന്ത് കൊടുത്തു? അവരെ ഒരു ആനുകൂല്യം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല. ഞാൻ ആർക്കും എന്തെങ്കിലും കൊടുത്തോന്നല്ല പറഞ്ഞത്. കേരള സർക്കാരിന്റെ അവസ്ഥ എന്താന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ അറിയാം. ഞാനിപ്പോ ചൗക്കത്ത് ജയിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് രാവിലെ തന്നെ ഈ തരിപ്പ് പോയി കഴിഞ്ഞാൽ തീർച്ചയായും വേഗം തരിപ്പ് പോകും. അപ്പൊ തമാശ ഒഴിവാക്കാനും വേണ്ടിട്ടാ. ഞാനിപ്പോ നമ്മളെ തെക്കാട്ടിലെ ബീരാന്റെ അവിടെ ഹോട്ടലില്ലേ, ചായപ്പീടല്ലേ, അതിന് ചായ പിടിച്ചോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഇടയിൽ നിന്നൊരു വർത്താനം, അൻവർ എങ്ങാനും ജയിച്ചാളോ എന്ന് കുറച്ച് ആൾക്കാര്. അൻവർ ജയിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതേമാതിരി തന്നെയല്ലേ ഇപ്പൊ ഈ സൗഖ്യത്തിന്റെ കാര്യം പറഞ്ഞു. സൗഖ്യത്ത് അവിടെ 100% ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കിക്കിളിയാക്കിക്കോ, ഇജാതി വിറ്റടിച്ചല്ലേ. എന്താണ് മൂസാക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? സ്വരാജ് അവിടെ ജയിക്കും എന്നുള്ളത് എന്തത്ര വലിയൊരു ഉറപ്പുള്ളത് നിങ്ങൾക്ക്? ഞാൻ സ്വരാജിന്റെ ആളായിട്ട് പറയല്ല, നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തിരിച്ചറിയാനേ തൽക്കാലം കേരളത്തിലുള്ള ജനങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് 2 തവണയും ഇവിടെ മറ്റേ ആള് അങ്ങനെ മനസ്സിലായി. അതായത് നമ്മളെ മുഖ്യമന്ത്രി മനസ്സിലായി. മൂപ്പര് എല്ലാം മൂപ്പരെ കജിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മൂപ്പർക്ക് ഈ പണിയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റണേ. അല്ലെങ്കിൽ നിങ്ങളൊന്നും മര്യാദക്ക് കജി കിട്ടൂല എന്നുള്ള മൂപ്പർക്ക് അറിയാം. അതായത് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഏത് നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളിപ്പോ വലിയൊരു പെട്ടിയില് കുറെ കായ് നിറച്ചു വെച്ച്, നല്ലൊരു പെട്ടി വാങ്ങിയാണ്ട് കായ് നിറച്ചു വെച്ച്, എന്നിട്ട് അതിനൊരു പൂട്ടും പൂട്ടി, എന്നിട്ട് ആ ചാവി നമ്മൾ കള്ളന്മാരെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. അതിനനുസരിച്ചാണ് ജനങ്ങൾ 2ാമത്തെ തവണ ആ മനുഷ്യനെ തന്നെ ഇവിടെ കൂടുന്നത്. ഇനിയിപ്പോ 3ാമത്തെ തവണ എനിക്ക് തോന്നുന്നുണ്ടോ വേറെ ആരെങ്കിലും ഇവിടെ വരുമെന്ന്? ഒരു മിനിറ്റ്, അതിന് പറ്റിയ ഒരു ഞൊട്ട ഇന്ന് നിങ്ങളെ കൂട്ടത്തിലില്ല. മൂസക്ക് ശരിയെന്ന് തോന്നുന്നു, മൂസ പറയും. അതിൽ ആണ്ട് ശ്രമിച്ചാളാ. അല്ലാതെ രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തി കച്ചറ ഉണ്ടാക്കാൻ അന്റെ അത്ര രാഷ്ട്രീയ അറിയുന്ന ആളല്ലേ ഞാൻ. ഞാൻ പിന്നെ കുട്ടികൾക്ക് 4 മണി അരി വാങ്ങണം. പരിപാടി ഞാൻ വീരാൻകുട്ടിന്റെ പേരേക്കാം. ആയിക്കോട്ടെ, ഞാനേ ബോന്നോട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആയിക്കോട്ടെ എന്നാല് ഞാനേ വീരാൻകുട്ടിയോടെ പോയിട്ട് ആ കഴിക്കാനാട് ചാടിയിട്ട് നമ്മളെ അദ്രമാനും കൂടി പെരയിലും കൂടി പോവാണ്ട്. എന്തിനാ വെച്ചാലേ കല്യാണ കേസിന്റെ കാര്യത്തിൽ. എനിക്ക് വേറെ രാഷ്ട്രീയമല്ല, എനിക്ക് വേറൊരു ആവശ്യത്തിന് കാണാണ്ട്. അത് എപ്പോഴാ വിളിച്ചോ? ആയിക്കോട്ടെ, ഞാൻ കാടി ഉണ്ടാവും. ഓക്കെ, ശരിയല്ലേ എന്നാല്? ശരി ശരി. ആടാതട മണിത ആട്ടം പോട്ട് അറിയ ഈ തന്ത എവിടെ പോയി എടുക്കുക? മനസ്സിലായ രാവിലെ വിളിച്ചിരിക്കണ്ട്. അതെ, കുഴപ്പം വന്നത് പച്ചയിറച്ചി തിന്നാനില്ലേ, എത്രത്തോളം തിന്നുന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പൊ വരാനിട്ടാ. എവിടെ പോയി എടുക്കുക തന്ത? പണിയെടുത്ത വയസ്സ് തരൂല. എന്റെ മുന്നിൽ കണ്ടാലെ ചവിട്ടിയാ കൂട്ടില്ല. ആടാ ചവിട്ടി കൂട്ടാ ഞാൻ കുരുമുളകിന്റെ വള്ളിയോ ശരിയാക്കി തരാം. ഇനിയും കാത്തുന്നാലേ അതിന്റെ തന്തക്ക് വിളിക്കുന്നവരെ മാറി ഞാൻ കേൾക്കണ്ടി. അപ്പൊ ശരിയാക്കി തരാം. ഓന്നപ്പാ അവിടെ നിൽക്കേ, ഞാൻ വരുന്നുണ്ട്. എന്റെ ചവിട്ടി കൂട്ടിട്ട് മാന്തലൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. അവിടെ നിൽക്കേന്ന്. അതാ ഞാൻ എന്നോട് പണിക്ക് തരാൻ പറഞ്ഞേ. ഈ ഊഞ്ഞാലാടുന്ന മാതിരി ഈ കോലത്തിലാ പണിക്ക് എവിടെ പോയി കിടക്കുന്നു നിങ്ങള്? ഞാൻ എവിടെയും കിടന്നോട്ടെ. ഈ അച്ഛക്കെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ പുള്ളി ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്നോട് പണിക്ക് തരാൻ പറഞ്ഞ എങ്ങനെ ഈ കോലത്തിലാ? ഇതിനെന്താ പ്രശ്നം? ഈ കോലത്തിൽ എങ്ങനെ പൊന്നാറിന്റെ കുഞ്ഞപ്പ പണിയെടുക്കല്? നിങ്ങള് പണി പറഞ്ഞു ഞാൻ തരാം. ഈ എന്തൊക്കെ ഇവിടുന്ന് വിളിച്ചായി ഇങ്ങോട്ട് നിന്നാ? ഞാൻ ഇങ്ങോട്ട് നിക്ക്, അനങ്ങാതെ നിക്ക്. ഇപ്പൊ ശരിയാക്കില്ല. ശരിക്കും നിന്നില്ല ജി? ഞാൻ മനസ്സിലായി നിനക്ക് പറഞ്ഞ നീ പറഞ്ഞോളി പണി. ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. പണി നീ പറഞ്ഞോളി ഞാൻ തരാം. എന്ത് പണി? ഇങ്ങോട്ട് വാ. തന്തനി കൂട്ട കാര്യം പറയലാടാ. തന്തന പറഞ്ഞിട്ടില്ല.
ആ ഇപ്പൊ എനിക്ക് ഏകദേശം സംഗതി മനസ്സിലായില്ലേ? ആ ഇനി നാളെ രാവിലെ പോര്, ഈ കെട്ടൊക്കെ ഉണ്ട് ഇറങ്ങട്ടെ. എന്നിട്ട് വൈകിട്ടാ മതി കേട്ടോ. വേ പോയിക്കാന്ന്. ആ നീ നാളെ പോരേണ്ടിട്ടാ. ഏകദേശം എനിക്കായില്ലേ? ആന്ന് പോർന്നേ പോ. ഓനെ സന്താനി കൂട്ടക്കാരി എണ്ണാൻ വന്നാണ് ചേപ്പിളി തലേ. പോർന്നേ അങ്ങോട്ട് പോ. അത് പറയാ വരുന്നേ വരീ കേറിവേ. ഏയ് ഇങ്ങോട്ട് വന്നാ അടുത്ത പേടകം വരുന്നുണ്ട്. ഇങ്ങട്ട് വാ. എന്താ പാട്? നല്ല പാട്. നമ്മ കുഞ്ഞപ്പനുണ്ടല്ലോ, ഞാൻ വെല്ലുവിളി കുട്ടികൾ പോണേ നല്ല മൂടിലല്ല. കുഞ്ഞപ്പനുള്ളപ്പോ ഞാൻ കൊടുത്തത് വള്ളർത്തു. അങ്ങോട്ട് വന്നാ. ആ നമ്മളെ കുഞ്ഞപ്പനുണ്ടല്ലോ നല്ല മൂടിലുള്ള. അതിനാണിപ്പോ ഞാൻ വിളിച്ചേരിച്ച് അനക്ക് തരാന്ന് പറഞ്ഞപ്പോ അതാ. അതായത് ഫോണൊന്ന് ശരിയാക്കി കിട്ടണം. അതിനെന്താ പറ്റി? വയ്യപ്പോ നമ്മൾ നാളെ ഒന്ന് നോക്കാം. നാളെ ഒന്ന് ഇറങ്ങാം. കാരണം എന്താ അറിയോ, വളരെ മോശം പേരത്തെ ഇന്ന് കുറച്ച് നേരം ആയിക്കോട്ടെ, ചെറിയൊരു പരിപാടി ആയിക്കോട്ടെ. നാളെ നമുക്ക് നാളെ രാവിലെ ഞങ്ങൾക്ക് വിളിക്കാം. ആയിക്കോട്ടെ. വാലേക്കും അസ്സലാം. ആ നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ നന്നാക്കി എടുക്കാൻ അങ്ങനത്തെ ആൾക്കാരെ ഇറങ്ങി. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നാളെ ഓൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അതായത് കേട് വന്ന പോലെ നന്നാക്കാം. ഏത് സ്വകാര്യമായിട്ട് പറഞ്ഞാണ്ട് ഇത്രയും പറഞ്ഞാണ്ട് തൽക്കാലം കമ്മാക്കാൻ പോവാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കമ്മാക്കഞ്ചും വരും. അപ്പോൾ നിങ്ങളത് കേൾക്കണം. ഇതൊക്കെ നല്ല കാര്യമായിട്ട് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇതിൽ ചീത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഈ കുട തുറന്നാൽ നല്ല മഴ വരുന്നുണ്ട്. വെറുതെ മഴ ഉള്ളതിനാവും. എന്നാൽ ശരി എന്നാൽ കേട്ടോ.